നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ. നമസ്കാരം മാഷേ. മാഷെ, ഞാൻ 10D പഠിക്കണം മനോഹരന്റെ അമ്മയാണ്. വാവ ഇരിക്കൂല, കിടക്കണേ തൊട്ടി കിടത്തിട്ടാ കൊണ്ടുവന്നിട്ടില്ല. അതല്ല വന്നിരിക്കാനാണ് പറഞ്ഞത്. മാഷ് കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി. എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ? മനോഹരന് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കേ. ഒരു 1500 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ 1500 കുട്ടികൾ ഇത്രയും മെനകെട്ട ഒരു ചെക്കൻ ഇവനെങ്ങനെ നിങ്ങൾ വളർത്തുന്നത്? അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായയിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കും. 10 മണിക്ക് പുട്ടും മുട്ടക്കറി, ഉച്ചക്ക് ചോറ് മീൻ വറുത്ത്, വൈകുന്നേരം 3 മണിക്ക് ചായ ചെറുകടി, രാത്രി കഞ്ഞി ചുട്ട പപ്പടും. ഇത്രയും കൊടുത്താണ് ഞാൻ എന്റെ കൊച്ചിനെ വളർത്തുന്നത്. അവനെ ഇതൊന്നും കൊടുത്തല്ല വളർത്തേണ്ടത്, പിന്നെ നല്ല പച്ച പുല്ല് വേണം കൊടുക്കാനായിട്ട്. പുല്ല പോത്തണവൻ തനി പോത്ത്. ഉള്ള കാര്യം പറയാലോ, മനോഹരനെ പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വേണ്ട മാഷ, ഞങ്ങൾ TC കൊടുത്ത് വിട്ടേക്ക്. എന്തിനാണ് നമ്മുടെ സ്കൂളിൽ വെറുതെ ചീത്തപ്പേരുണ്ടാക്കി ഇങ്ങനെ കുറെ എണ്ണം? ആരുടെ കാര്യമാണ് ഈ പറഞ്ഞത്? അല്ല, മനോഹരനെ പോലെ വേറെ ഏതാണ്ട് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞു. മനോഹരനെ പോലെ വേറെ കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്, മനോഹരന്റെ കാര്യം, നിങ്ങളുടെ കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിനും വേണ്ട എന്ത് തെറ്റാണ് മാഷ എന്റെ മോൻ ചെയ്തത്? അതിന് മാത്രം എന്ത് ശരിയാണ് അവൻ ചെയ്തിരിക്കുന്നത്? അവൻ ചെയ്തിരിക്കുന്നത് മൊത്തം തെറ്റാണ്. ഇന്ത്യ ലോക മഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് ചോദിച്ചപ്പോഴേ മേജർ മഹാദേവൻ എന്ന്. അതവൻ അറിയാൻ പാടില്ല. ചുക്കാൻ സിനിമ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സുരേഷ് ഗോപി ആരണ്ടല്ലേ അഭിനയിച്ചേക്കണ? ഇത് ആരോടാണ് ഞാൻ ഈ പറയണത്? സ്കൂളിന്റെ പടി പോലും കാണാത്ത അമ്മമാരാണ് മക്കൾക്കുള്ളത്. ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മാഷെ. ഞാനും കിറു വരെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പഠിച്ചെനിക്ക് മനസ്സിലായിട്ടാ. എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസ്സിന് പുറത്താക്കിയെന്നൊന്ന് പറയും. മനോഹരൻ ക്ലാസ്സിലിരുന്ന് ചുമച്ചു. എന്റെ ദൈവം തമ്പുരാനെ, എന്റെ മകനൊരു ചുമച്ചാണ് ഈ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. അങ്ങനെ ചുമ്മാ ഒരു ചുമച്ച ഞാൻ പുറത്തുവിടില്ല. എന്റെ ക്ലാസ്സിൽ ഇരുന്ന് ബീഡി വലിച്ച് ചുമച്ച ആരായാലും ഞാൻ പറഞ്ഞു കൊടുക്കും. തണുത്തിട്ടായിരിക്കും മാഷെ. തണുത്തിട്ടായിരിക്കും. അപ്പം തണുക്കുമ്പോ ബീഡി വലിക്കണ ഞങ്ങൾ കാണാറുണ്ടല്ലോ. ഇതുപോലൊരു കഴിവ് കേട്ട കൊച്ചുണ്ടല്ല ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്റെ മോന്റെ കഴിവാണെങ്കിൽ മാഷെ ഞങ്ങളുടെ തട്ടുമ്പുറത്തൊന്ന് കയറി നോക്ക്. എന്തിനാണ് തട്ടുമ്പുറത്ത് വരുന്നത്? അവന്റെ കഴിവ് കാണുന്നുണ്ടല്ല. ഈ സ്കൂളിലെ മൂത്രപ്പര വന്ന് നോക്കിയാൽ മതി. ഈ മൂത്രപ്പര ചുമരുമുണ്ടല്ല, എന്തോരം പെമ്പിള്ളേരുടെ ഫോട്ടോ ഞാൻ വരച്ചിരിക്കുന്നത്. ഒരുപാട് പെമ്പിള്ളേരുടെ നമ്പറുണ്ട്. ഈ നമ്പർ എന്താ കാര്യം? എന്താണ് ഏതെങ്കിലും നമ്പർ വിളിച്ചാൽ കിട്ടണ്ടേ? അല്ല മാഷെ, ഞാൻ കൊച്ചിനോട് വീട്ടിൽ ചെല്ലുമ്പോ പറയാ വിളിച്ചാൽ കിട്ടണ നമ്പർ ഇതൊക്കെ ഇന്ന് തന്നെ ഉറപ്പായിട്ടും പറയാം. അങ്ങനെ പറയണം. അങ്ങനെ പറയരുതെന്ന്. ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കൂല, ഉച്ചന്ന് അയച്ചിട്ടുണ്ട് വാട്സപ്പ്. അയ്യാ, അതല്ല നിങ്ങളോട് ശൃംഗരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിംഗിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിന് വന്നില്ല? അങ്ങനെയാണെങ്കിൽ അവൻ കുടുംബത്തിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ടേ? ഞാൻ മാഷിനെ വല്ല മീറ്റിംഗിന് വിളിക്കലുണ്ടാ? ഇതൊക്കെ പിള്ളേരാവുമ്പോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷന്മാര്. എന്നാ പോട്ടെ, കഴിഞ്ഞ മാസം ഒരു ഡിഒ കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വേണ്ടി എന്റെ മകൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത്? ഡിയോ എന്റെ കൂട്ടുകാരനാ. പിന്നെ മാമൻ വല്ലാണ്. ഇത് ഏതാണ് ഇങ്ങോട്ട് കേറി മാഷാന്ന് ഞാൻ വേറൊരു കാര്യം പറയാം. എന്റെ മകനെ കുറിച്ച് ജാതകം എഴുതിയപ്പോ തന്നെ കാണിയാൻ പറഞ്ഞേക്കണെന്ന്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ ഭരണചക്രം തിരിക്കണവനായിരിക്കും. അറിയോ? ഭരണചക്രം തിരിക്കുന്നല്ലേ പറഞ്ഞത്? അല്ലാണ്ട് എന്റെ സ്കൂട്ടറിന്റെ ചക്രം ഊരി കൊണ്ടുവന്ന് പറഞ്ഞില്ല. 10 ചക്രം അവന് ഊരി കൊണ്ടുവരണം. അറിയാമോ? അത് ബീഡി വലിക്കാൻ കാശില്ല എന്നിട്ടായിരിക്കും മാഷെ. നിങ്ങളുടെ മോന് ബീഡി വലിക്കാനായിട്ട് എന്റെ ചക്രാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ്. എന്നെ ബഹുമാനിക്കണ. എന്നിട്ട് അവന് കഴിഞ്ഞ ദിവസം കാണിച്ചെന്നറിയാമോ? എന്താണ്? എന്റെ അടുത്തൊന്ന് പറയണു, മാഷേ എനിക്ക് ബീഡി വലിക്കാനാണ് തീപ്പെട്ടി തരുമെന്ന്. ഞാൻ ചൂരിനെടുത്ത് 2 പൊട്ടികളെ പൊട്ടിച്ചില്ലേ, അടിച്ചു പൊളിച്ച് ഞാൻ. പ്രാന്തനാണ് അവൻ, പ്രാന്തൻ. ഇത്രയും ശമ്പളം മേടിക്കണ മാഷിന്റെ കയ്യിൽ തീപ്പെട്ടി ഉണ്ടാവില്ല, ലൈറ്റർ ഉണ്ടാവില്ല. ഇവരെന്താ ആലോചിക്കാൻ? എന്താ ലൈറ്റർ ചോദിക്കാൻ? ഞാനേ അവന്റെ TC ഇപ്പൊ തന്നെ ഞാൻ TC ഇങ്ങനെ ബഹളം വെക്കല ആൾക്കാർ അതൊന്നും പറഞ്ഞിട്ടുണ്ടാക്കൂട്ടോ. അതല്ല മാഷെ, എന്റെ മോൻ പഠിച്ചൊരു ഡോക്ടറായി കണ്ടിട്ട് മരിക്കണം മാഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഭാഗ്യമുള്ള അമ്മേണ്ടാ. അതെന്താ? തനിക്ക് മരണമില്ലടോ. മാഷെ എന്റെ മോനെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അവൻ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോ 100 നാക്കാണ്. ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അവന് 100 നാക്ക. അവനുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സ്കൂളിന്റെ പേര് ചോദിക്കും. പേര് കേട്ടാ ഞാൻ അവൻ തലചൊറിയും. കൊച്ചു വർത്താനം പറഞ്ഞ പെമ്പിള്ളേരുടെ കൊണ്ടിരുത്ത മാഷിനെ തല നിറച്ചും പേരാണ് അതായിരുന്നു മാന്തണത്. എന്നാലും സ്കൂളിന്റെ പേര് അറിയാൻ പാടെന്ന് പറയരുത്. മാഷ സ്കൂളിന്റെ പേര് പറഞ്ഞു ഞാൻ അവനെ പഠിപ്പിക്കാം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്രോളം ഇത് ഞാൻ പഠിപ്പിക്കൂലേ? എന്തെന്ന്? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. സെക്കൻഡറി സ്കൂൾ ഞാൻ തന്നെ സ്കൂൾ അയ്യോ അങ്ങനെ ചെയ്യല്ലേ മാഷ. ഞാൻ കാല് പിടിക്കാം മാഷ. എന്റെ മോൻ 10ാം ക്ലാസ് ആണ് മാഷ. ഭാവി കാലക്കല്ലേ മാഷ. കാലം കഴിഞ്ഞിട്ട് പഠിപ്പിക്കണോ? എനിക്കുണ്ടല്ലോ ഈ പെണ്ണുങ്ങളുടെ കരച്ചിൽ കണ്ട ഞപ്പന്റെ മനസ്സറിയും. ഇത്തവണത്തേക്ക് ഞാനൊന്ന് മാപ്പ് കൊടുക്കാം. TC ഒന്നും കൊടുത്തു പറഞ്ഞില്ല. പക്ഷെ അവനോട് പറഞ്ഞു ബീഡി വലിക്കരുതെന്ന്. ഞാൻ പറയാം പക്ഷെ അത് കൊച്ചിനെ എല്ലാരും തല്ലിയ ശകാരിക്കൊക്കെ ചെയ്യുമ്പോൾ ടെൻഷന്റെ പുറത്ത് കൊച്ചു ബീഡി വലിച്ചു പോണതാണ്. ടെൻഷന്റെ പുറത്താണോ? അങ്ങനെ ഇനി തല്ലൊന്നുമില്ല, ഒന്നും വഴക്കും പറഞ്ഞില്ല. പക്ഷെ ബീഡി വലിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറയാം മാഷെ. അവനോട് പോയി ക്ലാസ് കയറാൻ പറ.
എന്താ ദൈവമേ ഇങ്ങനെയുള്ള ഓരോരുത്തർ വന്നു. മാഷേ മാഷിന്റെ കയ്യിലൊരു സിഗരറ്റ് എടുക്കാനുണ്ടാവും. സിഗരറ്റാ? അത് മാഷനെ ക്ലാസ്സിക്കറ്റിൽ ഞാൻ ചെന്ന് പറയുമ്പോ അവന് ഭയങ്കര സന്തോഷം. സന്തോഷം അത് എന്റെ മോനെ അപ്പൊ ഒരു സിഗരറ്റ് വലിക്കണം.